രാച്ചി മുഴക്കോല്. ചിലർക്ക് ഗന്ധർവന്റെ ജന്മ കിട്ടിയിരിക്കുന്നത്. ആർക്കാ രാച്ചി? എന്റെ കെട്ടിയോന്. ഈ രാച്ചി അതിന് ഇത്ര പവറൊന്നും കാണിക്കണ്ട. ഞാൻ കുട്ടിയോട് എന്തെങ്കിലും ദ്രോഹം ചെയ്തോ? വയറ്റിപ്പഴപ്പിന് വേണ്ടിയാ മരപ്പണിക്ക് വരുന്നത്. പാട്ടിൽ ഇത്തിരി കമ്പൗണ്ടായി പോയിന്നല്ലാതെ ഒരു കുറ്റവും ഞാൻ ചെയ്തിട്ടില്ല. എന്തിനാ എന്നെ ഇങ്ങനെ കളിയാക്കണേ? പ്ലീസ് ജീവിച്ചു പോയിക്കോട്ടെ. വിളിക്കട്ടെ രാച്ചി? മുഴക്കോ? വേണ്ട, ഇനി അങ്ങനെ വിളിക്കണ്ട. പാവല്ലേ. പാവന നന്ദകിശോര നവനീത ചോര നന്ദകിശോര ചിരനീത ഭാമപദനി. പാലെപ്പിടി തിളച്ചു പോയല്ലോടി. നീ ഇവിടെ എന്തെടുക്കായിരുന്നു? നിനക്ക് എന്താടി പറ്റിയേ? 2 ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു, എല്ലാറ്റിനും ഒരു അശ്രദ്ധ. നീ ഇവിടെ ഒന്നും അല്ലേ? മാപ്പ് തരണം. ഇയാളെ ഞാൻ അതിനൊന്നും ചെയ്തില്ലല്ലോ. തന്നിരിക്കുന്നു. എന്താ? മാപ്പ്. മാപ്പോ? മാപ്പല്ല, ആപ്പ്. ആപ്പ് ആപ്കി കസം കണ്ടിട്ടില്ലേ? കുഞ്ഞുട്ടേട്ടോ, മരുമോന് എവിടെയോ ഒരക്ഷര പശുക്ക് കാണുന്നുണ്ടാ. എടാ, അവന്റെ ഒരക്ഷരല്ലേ പശയിട്ടുള്ളൂ, നിന്റെ 3 അക്ഷരം പശയിൽ കിടക്കുക. 3 അക്ഷരം? കുരുത്തം. ഇതുപോലൊരാൾ എന്റെ വീടിന്റെ അടുത്തുണ്ട്. ചെവിയിൽ എപ്പോഴും ഒരു പൂ വെച്ചുണ്ടാവും, ചെമ്പരത്തിപ്പൂ. എടാ, നിന്റെ വീടിനടുത്തുള്ള ഒരാളെന്ന് പറയേണ്ട കാര്യമില്ല, നിന്റെ വീട്ടിലുള്ള ഒരാള് എന്ന് പറഞ്ഞാ പോരെ. അതാരാ? നിന്റെ അച്ഛൻ. മോനെ ശശിയെ, കള്ളപ്പണി പഠിക്കല്ലേ. പുളിക്ക് മൂർച്ച കൂടണ്ടമാവാ. കണ്ണും മനസ്സും ഉളിത്തലൊക്കെ വേണം. നമ്മുടെ രാഘവനെ കണ്ട് പഠിക്കല്ലേ. നീ നാണുവാശ്വര മോനാ, ആ പേര് കളയരുത്. അത് നമ്മക്കിട്ടൊരു ആപ്പടിച്ചാണല്ലോ. എടാ, ആപ്പടിക്കുന്നിടത്ത് ആണി അടിച്ചിട്ട് വല്ല കാര്യം ഉണ്ടാ കുരങ്ങ. ദിവാരം പറഞ്ഞിട്ട് നീ വെറുതെ വേണ്ടാത്തൊന്നും പറഞ്ഞ അവന് ചുണ്ടി കയറ്റരുത് കേട്ടോ. ആ തെറ്റയോടെ എന്താ പ്രശ്നം ഉണ്ടാക്കിയേ? ആര്? ഇവളുടെ തന്ത. ഏയ്, പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ. എന്നെ വിളിക്കൊന്നും വേണ്ട, ഇത്തവണ ഞാൻ കൊടുക്കുവാന്ന് അയക്ക്. നീ വെറുതെ കാള പറ്റുന്ന കേട്ട് കയറെടുക്കണ്ട. അയാൾ ഏതോ നാടാക്കാരും കൊണ്ട് വന്നു, പറ്റില്ലാന്ന് ഇവള് പറഞ്ഞു, അവര് പോയി. ഇത്രേ ഉണ്ടായുള്ളൂ. ലേഡി പറ്റില്ല എന്ന് പറഞ്ഞത് അച്ഛൻ ഭാവി ഉണ്ടാക്കിയല്ലേ, പോയിരുന്നില്ലേടി? എന്താണ് മിണ്ടാതെ? ഞാനെന്ത് മിണ്ടാനാ? ഇനി മുതൽ 1-ാം തീയതി വന്ന കാശും കൊടുക്കേണ്ട, അടിച്ചതിനകത്ത് കയറ്റം വേണ്ട. ഒരു പാഠം പഠിക്കട്ടെ ചേറ്റ. ശിവാരോ, പട്ടിയുടെ വാല് കുഴലിലിട്ടാ നീ വരുവോ? താൻ ആദ്യം തന്റെ വാല് കുഴലിട്ട് ഭാരിച്ച കാര്യമൊന്നും അന്വേഷിക്കണ്ട. ഓരോ വക്കീലന്മാര്. എന്തൊരു സാധനത്, കാട്ടുപോത്തിന് ചമ്മോ? പത്മിനേച്ചി, പത്മിനേച്ചി, പത്മിനേച്ചി. പപ്പേച്ചി ഇവിടെ ഇല്ല, ഫോൺ ചെയ്യാൻ പോയിരിക്കാ ചന്ദ്രേട്ടന്. എന്തേ? അല്ല, നാളെ ഞാൻ ഉണ്ടാവില്ല. ഒരു ഗാനമേള ഉണ്ട് തൃശ്ശൂര്. അപ്പൊ ഞാൻ വരണ്ടേ? എന്നിട്ട് വേണം അയാൾ എന്നെ കൊല്ലാൻ. ആര്
അതാര്? രാവിലെ വന്നില്ലേ ഒരു ഉദ്ദണ്ഡൻ. അയാളെ രാധെ കെട്ടാൻ പോണതല്ലേ? എന്നാര് പറഞ്ഞു? എന്റെ അമ്മായിയുടെ മോനാ. അയാളുടെ ഭാഗ്യം. അല്ലെങ്കിൽ രാധയെ പോലൊരു കുട്ടിയെ. എന്റെ ഭാഗ്യക്കേട്. മോഹിക്കണതൊന്നും കിട്ടില്ല എനിക്ക്. രാധയ്ക്ക് അയാൾ ഇഷ്ടമല്ലേ? ഇഷ്ടമുള്ളവരൊക്കെ കല്യാണം കഴിക്കാൻ പറ്റുമോ? പിന്നെ രാധയ്ക്കാരെ ഇഷ്ടം? പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ എങ്കിൽ മനസ്സിലാക്കണ്ട. എനിക്ക് യോഗമില്ലെന്ന് സമാധാനിച്ചോളാം. ഏയ് രാധേ, വേണ്ട, എന്നോട് മിണ്ടണ്ട. എന്താ ശശി? ഞാൻ ആരെയും കണ്ടില്ല ഇവിടെ. നാളെ ഞാൻ ഉണ്ടാവില്ല. ഒരു ഗാനമേള ഉണ്ട്. അതിൽ രാധയെ വിളിക്കണ്ടോ? ഇല്ല, ഇപ്പൊ വിളിക്കുന്നില്ല. പിന്നൊരിക്കൽ. ഞാൻ പേടിച്ചൊന്നുമില്ല. ഏയ്, അത് മുഖം കണ്ടാലറിയാം. ഇന്ന് അമ്മാവൻ എന്തേ? അമ്മാവൻ ചിലപ്പോ ഞാൻ ഉണ്ടാവില്ല. ഇങ്ങനെയാ? ഇവിടെ പണി കഴിയാറായല്ലോ. ഇനി ഞങ്ങള് പിള്ളേർക്ക് ചെയ്യാനുള്ള പണിയുള്ളൂ. അത് കഴിഞ്ഞാ നിങ്ങളിങ്ങനെ കാണുക? ഇവിടുത്തെ പണി കഴിഞ്ഞാലും ഞാൻ ഈ നാട്ടിലൊക്കെ ഉണ്ട്. ഞാൻ വരും. ഉവ്വ്, വെറുതെ. സത്യമായിട്ടും വരും. കുട്ടിയെ കാണാതെ ഇപ്പൊ എനിക്കൊരു സുഖമില്ല. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഞാൻ ഈ വഴി വരും. എന്നെ മറക്കും? മറക്കേ? മറന്ന എനിക്കല്ലേ നഷ്ടം? ഈ കണ്ണും ചിരിയും പാട്ടും ഇതൊന്നും ഞാൻ നഷ്ടപ്പെടുത്തില്ല. പോട്ടെ, ആരെങ്കിലും കാണും. കാണട്ടെ, എല്ലാരും അറിയട്ടെ. അത് സമയമാകുമ്പോ പോരെ. രാധ എങ്ങടാ? അമ്മായി ഒന്ന് കാണണം. അമ്മായിയെ കാണാനോ? അല്ലെങ്കിൽ ഞാൻ വെറുതെ ചോദിച്ചല്ലേ? വെറുതെ ഒന്നല്ല, ഞാൻ പറഞ്ഞത് വിശ്വാസമായിട്ടില്ല. ചന്ദ്രേട്ടൻ തന്ന ചില സാധനങ്ങൾ അമ്മായിക്ക് കൊടുക്കാനാ. പോയിക്കോ, ആൾക്കാർ വരണുണ്ട്. വൈകുന്നേരം നേരത്തെ വരണം. ഞാൻ പാലത്തിന്റെ അടുത്ത് കാത്തുവെക്കും. നേരം വൈകുന്ന തോന്നുന്നു. വേഗം നടക്ക്. എന്താടാണെന്ന് പരിങ്ങളെ? ഏയ്, ഒരു പാമ്പ്. പാമ്പോ? എവിടെ? സാരമില്ല, പോരെ. കടിക്കില്ല. പല്ല് പോയതാ. പല്ല് പോയത് നന്നായി. ഇപ്പൊ വാലോട് കുത്തു. സൂക്ഷിക്കണേ. നീ പേടിക്കണ്ട, പോരെ. ഞാനില്ലേ കൂടെ. നീ വീണ താഴെ പോട്ടോ. ആ ഉദ്ദണ്ഡനെപ്പോഴും കാണണം. ഇത് എല്ലാവരും ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ? കാണണമെങ്കിൽ കാണട്ടെ. രാധയ്ക്ക് പേടിയില്ലേ? പേടിച്ചിട്ട് എന്താ കാര്യം? ദിവാരായിട്ട് കാണുന്ന പോലൊന്നുമല്ല. മറുപ്പത്തിലുണ്ടെങ്കിലും ഞാൻ ഇന്ന് കരഞ്ഞാൽ തീർന്നു. പാവാ. രാധയുടെ കാര്യത്തിൽ ഓക്കെ, പക്ഷെ എന്റെ അടുത്തോ? ഇതൊക്കെ ഓരോരുത്തരുടെ മനസ്സിന്റെ കാര്യമല്ലേ. സ്നേഹിക്കണമെന്ന് പറഞ്ഞ് സ്നേഹിക്കാൻ പറ്റുമോ? സ്നേഹം ഒന്നും അറിയാണ്ടുണ്ടായി പോണതാ. ഒന്നും മനഃപൂർവ്വമല്ല. ഏട്ടനെ കാണാൻ ഒരു പെണ്ണ് വന്നിരിക്കണ. പെണ്ണോ? എങ്ങനെ കണ്ടുപിടിച്ചു? കരയില്ലേ? എന്താ പ്രശ്നം ഉണ്ടായത്? കരയാതെ കാര്യം പറയപ്പേ. കാര്യമൊന്നും അറിയില്ലേ? ഞാൻ പോന്നു അവിടുന്ന്. എന്തിന്? എനിക്കിനി അവിടെ നിൽക്കാൻ വയ്യ. എന്നോട് എനിക്ക് അങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വന്നു. പിന്നെ എവിടെ നിൽക്കും? അത് ഞാനാണ് തീരുമാനിക്കുന്നത്. ദിവാരേട്ടന്റെ വീട്ടിലേക്ക് ഞാനിനി പോവില്ല. പിന്നെന്താ ചെയ്യാ? പത്മിനിയച്ഛന്റെ വീട്ടിലേക്ക് പൊക്കൂടെ?
അതിനല്ല ഞാൻ വന്നത്. ഞാനെന്നെ ശശിയേട്ടനെ വിട്ടു പോവില്ല. എവിടെയോ? അല്ലാണ്ട് ഞാൻ എങ്ങനെ പോവുക? കുട്ടി, കുട്ടിക്ക് എന്റെ സ്ഥിതി പറഞ്ഞാൽ മനസ്സിലാവില്ല. കണ്ടോ എന്റെ വീട്? ഈ വീട്ടിലാ അച്ഛനും അമ്മയും പെങ്ങന്മാരും അനിയനും ഞാനും ഒക്കെ താമസിക്കുന്നത്. ഇവിടെ എങ്ങനെയാ ഞാൻ കുട്ടിയെ? പിന്നെ എന്തിനാ എന്നെ സ്നേഹിച്ചത്? സ്നേഹിച്ചു, അത് ശരിയാണ്. പക്ഷേ വെറുതെ ഒരു തമാശ. അങ്ങനെ പറയരുത്. മനസ്സറിഞ്ഞു എന്നെ ഞാൻ ഇഷ്ടപ്പെട്ടത്. കല്യാണം കഴിക്കുന്നത് മോഹമുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് വയ്യ. രാധേ, രാധേ, കുട്ടി എന്താ ഇത്? നോക്കൂ, ഒരു വലിയ കുടുംബത്തിന്റെ ഭാരം മുഴുവൻ എന്റെ ചുമല്ല. ഞാൻ വലിയ ഗായകനാക്കാൻ ആശിച്ചത് എന്റെ അച്ഛൻ. എന്റെ ആശാരിപ്പണി പഠിപ്പിച്ചില്ല, സംഗീതം പഠിപ്പിച്ചു. 3 കൊല്ലം ഈ നശിച്ച വീടിന്റെ ഓട് മേമ്പള എന്റെ അച്ഛൻ വീടിന് അന്ന് കിടന്ന് കിടപ്പ. എണീറ്റിട്ടില്ല, മിണ്ടിയിട്ടില്ല. അമ്മ, പെണ്ണുമാര്, അനിയൻ, സംഗീതം മതിയോ? കഞ്ഞിവെള്ളമെങ്കിലും കൊടുക്കണ്ടേ? അതിനാ ഞാൻ ഉള്ളിയെടുത്തത്. ഞാൻ ആരോടൊന്നും പറയാറില്ല. ഞാൻ എന്താ ചെയ്യണ്ടേ? കുട്ടി എനിക്ക് നഷ്ടപ്പെടാൻ വിഷമമാണ്. കാത്തിരിക്കണം. എവിടെ എവിടെ കാത്തിരിക്കും? എനിക്കൊരു പായ വരിക്കാൻ ഇടം കിട്ടിയാൽ മതി. അത്ര കാര്യമുണ്ടെങ്കിൽ എന്നോട് കാട്ടിക്കട. നോക്ക്, എന്റെ അച്ഛൻ, അമ്മ, പെങ്ങന്മാര്, ഒരു മുറിയുണ്ട്. ഇതിനിടയിൽ ഞാൻ എവിടെയാ? കുട്ടിക്ക് ഒരു പായ വിരിച്ചു തരാം. പായ മോനെ, ആ കുട്ടി പോയി രക്ഷപ്പെട്ടോട്ടടാ. പാവം. അവള് എന്റെ എന്റെ അവള് പാവം. എനിക്ക് അറിയില്ല.